കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരിക്കുള്ള തെറ്റ് അതല്ല വസു. അവരുടെ പ്രോഗ്രസ് കാർഡില് നീ മാർക്ക് നോക്കാതെ സൈൻ ചെയ്തതാ. ഇല്ല ചേച്ചി, ആ സൈൻ ഞാൻ ചെയ്തതല്ല. ഏട്ടൻ എന്താ ഈ പറയുന്നേ? വസു എടുത്ത് സൈൻ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ചെയ്തേ? അത് കുട്ടികൾ ആരോ ചെയ്ത തെറ്റാണ്. പിന്നെ ഈ കാര്യം എന്താ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാത്തെ? കുട്ടികളെ പറ്റി ഞാനിങ്ങനെ ഒരു മോശം കാര്യം പറയാം? വസു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. വസുവിന് ജീവന ഉണ്ണി. അനുവും കീർത്തി അതിനേക്കാളും മേലെ. പക്ഷേ ആ നല്ല ഗുണം വസു എടുത്തേക്ക് ഒരു ശാപമായിട്ട് മാറിയില്ലേ? എനിക്കെന്ത് സംഭവിച്ചാലും സാരമില്ല. എന്റെ കുട്ടികളെ അവരുടെ മുത്തശ്ശി ആയാലും ശരി, വഴക്ക് പറയരുത്. അതുകൊണ്ട് നീ കുട്ടികൾക്ക് വേണ്ടി വഴക്ക് കേക്കോ? കുട്ടികളൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അത് അവരുടെ തെറ്റല്ലല്ലോ ചേച്ചി, അതാ കുട്ടികളുടെ അമ്മയുടെ തെറ്റാ. അപ്പോ അതെന്റെ തെറ്റല്ലേ? അവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞു മനസ്സിൽ നല്ല ചിന്തകളും നന്മയും നിറച്ച് അവർ മാറുന്നത് വരെയും, അല്ലെങ്കിൽ അവർക്ക് മാറ്റം വരുന്നത് വരെയും അവരുടെ എല്ലാ തെറ്റുകളും എന്റെ മാത്രം തെറ്റാണ്. ആ ശിക്ഷയും എനിക്കുള്ളതാണ്. നീ എത്ര നല്ലവളാ വസു. ആ കുട്ടികളിൽ നിന്ന് അവരുടെ അമ്മയെ പിരിച്ച് ദൈവം തെറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതിയ. എന്നാൽ നിന്നെ അവരുടെ അമ്മയാക്കി ദൈവം വളരെ നല്ല കാര്യമാ ചെയ്തത്. പെറ്റമ്മേക്കാൾ നന്നായിട്ടാ നീ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവള് വസുവായിരിക്കുന്നേ. വസു എന്ന് പറഞ്ഞാൽ തങ്കം, ധരാന്ന് പറഞ്ഞാൽ ഭൂമി. വസുവിന്റെ മനസ്സ് തങ്കമാണ്. ഭൂമി ദേവിയുടെ ക്ഷമയാ വസുവിനുള്ളത്. ഇതെല്ലാം അമ്മയ്ക്കും ഏട്ടനും തോന്നിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അച്ഛൻ വളരെ ദേഷ്യത്തിലല്ലേ കീർത്തി? അതെ, ഇതുവരെ അച്ഛൻ ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ടില്ല. നമ്മൾ സ്കൂളിൽ മര്യാദയ്ക്ക് പോകുന്നില്ലെന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലെന്നും അച്ഛൻ എങ്ങനെയോ മനസ്സിലായി. അച്ഛൻ നമ്മളെ വഴക്ക് പറയോ എന്തോ അനു? എല്ലാം പ്രിൻസിപ്പൽ മാഡം കാരണം. അല്ല, പ്രോഗ്രസ് കാർഡില് നീയല്ലേ സൈൻ ചെയ്തത്? പുതിയ അമ്മ അവരാണ് സൈൻ ചെയ്തതെന്ന് എന്തിനാ പറഞ്ഞേ? അതാ എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ വന്ന് ചോദിച്ചാ അവരാ സൈൻ ചെയ്തേന്ന് പറയാം. അനു, കീർത്തി, എന്താ മക്കളെ ചെയ്യുന്നേ? നമ്മളിപ്പോ ബാഡ് മൂഡിലാ മുത്തശ്ശി. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ നിക്കണ്ട. നിങ്ങളെ നല്ല മൂഡിലേക്ക് മാറ്റാണ് ഞങ്ങളിപ്പോ വന്നത്. പോ ചെറിയമ്മ, ഈ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യാൻ പറ്റാത്തെ? അതിനാ ഞങ്ങൾ വന്നത്. അല്ല, ഇതുവരെ നിങ്ങൾ നന്നായിട്ടല്ലേ പഠിച്ചോണ്ടിരുന്നത്? നല്ല മാർക്കല്ലേ വാങ്ങിച്ചോണ്ടിരുന്നേ? ഇപ്പൊ എന്തു പറ്റി നിങ്ങക്ക്? എന്തോ പറ്റി, അതിന് നിങ്ങൾക്ക് എന്താ? എന്താ മോളെ ഇത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ വന്നത്. നിങ്ങളുടെ അച്ഛൻ എന്തു ദേഷ്യത്തിലാന്നറിയാമോ? ഭയങ്കര ഗൗരവത്തിലാ. ആ കാര്യം നമുക്കറിയാം. നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഇനി മുതൽ നിങ്ങൾ അച്ഛൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെ വിട്ട് ദൂരെ പോകും. നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വിട്ടാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഞങ്ങളെ ഹോസ്റ്റലിൽ വിടാൻ പോവാണോ? ഞങ്ങൾക്ക് അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കരച്ചിൽ ഒരുപാട് വരും. ഞാനുള്ളിടത്തോളം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കുവോ? നിങ്ങക്ക് ഈ പ്രശ്നത്തിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ? പ്രിൻസിപ്പൽ മാഡം പറഞ്ഞതുപോലെ ടെസ്റ്റിൽ പാസ്സാവണോ? എന്നെ കൊണ്ട് പറ്റില്ല. അത് വളരെ ഈസിയാണ് അനു. കൂളായിട്ട് എഴുതി നമുക്ക് പാസ്സാവാം. ഞങ്ങള് പഠിക്കാത്ത കുട്ടികളാ ചെറിയമ്മേ.
എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വളരെ ക്ലെവർ ആയിരുന്നു. ഞാൻ എപ്പോഴും ക്ലാസ് ഫസ്റ്റും സ്കൂൾ ഫസ്റ്റും ആയിരുന്നു. എന്തോ നാടി ഇത്? കുട്ടികളോടെങ്കിലും സത്യം പറഞ്ഞൂടെ? ഇവരോടല്ലേ പറയാൻ പറ്റൂ? അങ്ങനെയെങ്കിൽ ഞങ്ങളെ പഠിപ്പിക്കാം ചെറിയമ്മേ. 100%. ആ ടെസ്റ്റ് ഇല്ലെങ്കിൽ മറ്റൊരു ടെസ്റ്റ്, ആ സ്കൂൾ ഇല്ലെങ്കിൽ മറ്റൊരു സ്കൂള്. നമുക്കെന്താ പണത്തിന് വല്ല ക്ഷാമമുണ്ടോ? പക്ഷെ അതല്ല ഇപ്പോഴത്തെ വിഷയം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് സ്നേഹത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഉണ്ണിയാണെന്ന് നിങ്ങളുടെ അമ്മൂമ്മയോട് പോയി പറയണം. ഉണ്ണിയാണ് നിങ്ങളെ പഠിക്കാൻ സമ്മതിക്കാത്തതെന്നും സ്കൂളിൽ പോകാൻ സമ്മതിക്കാത്തതെന്നും നിങ്ങൾ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ പുതിയ അമ്മ ഉണ്ണിയെ മാത്രമേ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കൂന്നും നിങ്ങൾ എഴുതാൻ സഹായിക്കില്ലെന്നും അതുകൊണ്ടാണ് ഉണ്ണിക്ക് മാത്രം കൂടുതൽ മാർക്ക് കിട്ടുന്നതെന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നും അമ്മൂമ്മയോട് പറയണം. അങ്ങനെയൊക്കെ എന്തിനാ കള്ളം പറയുന്നേ? അങ്ങനെ പറഞ്ഞാലേ അമ്മൂമ്മയ്ക്ക് നിങ്ങളോട് ദേഷ്യം കുറഞ്ഞ് നിങ്ങളോട് സ്നേഹം കാട്ടൂ. എങ്കിൽ അച്ഛനോട് പറയാം. വേണ്ട വേണ്ട, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ ദേഷ്യത്തില്ല. ഇപ്പൊ പറഞ്ഞാ നിങ്ങളുടെ അച്ഛൻ ഒന്നും വിശ്വസിക്കത്തില്ല. അതല്ലാതെ നിങ്ങളുടെ അമ്മൂമ്മയാണ് അച്ഛനോട് പറയുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനത് വിശ്വസിക്കും. അമ്മൂമ്മയോടാ പറയേണ്ടത്. എന്നാ പിന്നെ എന്തിനാ വൈകിക്കുന്നേ? ഉടനെ പോയി പറ. വാക്കിരുത്തി പോവാം. നമുക്ക് അമ്മൂമ്മയോട് പറയാം. എന്റെ തങ്കക്കുടങ്ങള്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കും. എന്നാ വേഗം ചെന്ന് പറ. ചെല്ല് 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 ചെല്ല്. ഇതിങ്ങതാ മോള് ചെല്ല് 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 ചെല്ല്. ആന്റി, എന്നെ ട്രെയിൻ ചെയ്യുന്നത് പോലെ അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ അനു ഡിറ്റോ ആന്റിയെ പോലെ തന്നെയാ. എനിക്ക് ശേഷം നീയും നിനക്ക് ശേഷം അനു ഈ വീടിന് അവകാശിയായിരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു പണി കൊടുക്കുന്നതിൽ വളരെയധികം കിക്കുണ്ട് ആന്റി. ബോഡി മുഴുവൻ ഒരു വൈബ്രേഷനാ. ആ വൈബ്രേഷന് വേണ്ടിയാണടി ഇത്രയും നാളായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ശരി വാ, കാര്യങ്ങളുടെ കിടപ്പ് വച്ച് നോക്കാം. വാ. അഖിൽ, അനുവും കീർത്തി എങ്ങോട്ടാണ് പോകുന്നത്? അമ്മയുടെ റൂമിലേക്ക് പോകണം തോന്നുന്നു. അതെ, അങ്ങോട്ട് തന്നെയാ. അയ്യോ ആന്റി, കുട്ടികളെ അഖിലും ഭാസ്കരേട്ടനും കണ്ടല്ലോ. ഇനി അവരെ തടയുവോ എന്തോ? ഞാനും അതാ ടെൻഷനായിരിക്കുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? രണ്ടുപേരും എന്തിനാ അമ്മയുടെ റൂമിലേക്ക് പോകുന്നേ? ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരാം. അയ്യോ, കുട്ടികളെ ആർക്കും തടയാൻ പറ്റിയില്ല. നമ്മുടെ പ്ലാൻ ആരാടി തടയാ? അതിനുള്ള ധൈര്യം ആർക്കാ ഉള്ളത്? ഭാവനെ, അനുവും കീർത്തി അമ്മയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അവരെന്തിനാ പോയത് ചേട്ടാ? പ്രോഗ്രസ് കാർഡിൽ നീ സൈൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അത് ചിലപ്പോ അമ്മയോട് പറയാൻ പോയതായിരിക്കോ? എന്താ എഴുതി സൈൻ ചെയ്തില്ലെന്നോ? ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ എന്തോ തെറ്റ് കാണിച്ചതെന്ന്.
അപ്പൊ ആ കാര്യം അമ്മയോട് പോയി പറഞ്ഞ് കുട്ടികൾ വഴക്ക് വാങ്ങില്ലല്ലോ? അതും ശരിയാകിൽ. അപ്പോ കുട്ടികൾ അമ്മയോട് വേറെന്തെങ്കിലും പറയാൻ വേണ്ടിട്ടാണോ പോയത്? കുട്ടികൾ അമ്മയോട് എന്തൊക്കെയായിരിക്കും പറയാ ചേച്ചി? ഡാഗ്ലെ, കാർത്തിക ഇളയമ എവിടെ? അത് അവരെ കണ്ടിട്ട് കുറച്ചു നേരമായി ഏട്ടാ. ഇളയമ ഇനി കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞ് അത് അമ്മയോട് പറയാൻ വേണ്ടിട്ട് വിട്ടതാണോ? എനിക്കും അക്കാര്യം സംശയമുണ്ട് ഭാവനെ. എനിക്ക് പേടിയാവുന്നു ചേച്ചി. കാർത്തിക ഇളയമയും എവിടെ പോയിരിക്കായിരിക്കും? അമ്മയോട് പറയാനായിട്ട് എന്തായിരിക്കും ഓതി കൊടുത്തേ? അമ്മുമ്മേ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുന്ന് പോ. ഞങ്ങളോട് ദേഷ്യത്തിലാണോ അമ്മുമ്മേ? നിങ്ങൾ ചെയ്ത കാര്യത്തിന് ആർക്കായാലും ദേഷ്യം വരും. ഞങ്ങളുടെ അച്ഛനും ദേഷ്യപ്പെട്ട് അമ്മുമ്മയും ദേഷ്യപ്പെട്ടോ ഞങ്ങള് പിന്നെ എന്ത് ചെയ്യും അമ്മുമ്മേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ പോലും ഇല്ലല്ലോ. നിങ്ങളുടെ അമ്മൂമ്മ ഇവിടെ ഇല്ലേ മക്കളെ? ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കൊള്ളാം. എന്താ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കാത്തെ? മാർക്ക് എത്ര കുറയാൻ എന്താ കാരണം? സ്കൂളിൽ എന്താ മുടങ്ങിപ്പോയത്? ഇതിലും ഞങ്ങളെ തെറ്റൊന്നും ഇല്ല അമ്മുമ്മേ. ഉണ്ണിയാ ഞങ്ങളെ പഠിക്കാൻ സമ്മതിക്കാതെ ശല്യം ചെയ്യുന്നത്. ഉണ്ണിയോ? അതെ അമ്മുമ്മേ. സ്കൂളൊക്കെ എന്തിനാ പുറത്തു പോവാന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ പോവാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്ക് ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ വാങ്ങി തന്ന് ക്ലാസ്സിൽ പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു. അതുകൊണ്ടാ അമ്മുമ്മേ ഞങ്ങൾക്ക് മാർക്കെല്ലാം കുറഞ്ഞത്. അമ്മൂമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ഉണ്ണി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ടാ പഠിച്ചിരുന്നേ. നല്ല മാർക്കും നമുക്കുണ്ടായിരുന്നു. പറ കീർത്തി. ആ അതെ അമ്മമ്മേ. ഉണ്ണി വന്നതിന് ശേഷമാ നമുക്ക് പഠിക്കാൻ പറ്റാത്തത്. അവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനേ പറ്റില്ല. അവൻ മാത്രം സീക്രട്ടായിട്ട് പഠിച്ച് ഞങ്ങളെ എപ്പോഴും കളിക്കാൻ പറഞ്ഞു വിടുന്നത്. അത് മാത്രമല്ല മുമ്മേ, ഉണ്ണിയുടെ അമ്മ പോലും ഞങ്ങളെ ശരിയായി നോക്കാറേ ഇല്ല. ഉണ്ണിയുടെ ഹോംവർക്ക് മാത്രം ചെയ്തു കൊടുക്കും, ഉണ്ണിയെ മാത്രം പഠിപ്പിക്കും. ഞങ്ങൾക്ക് പഠിക്കണമെന്ന് പറഞ്ഞാ വേണ്ട നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉടൻ തന്നെ അവർ ഉറക്കും. കറക്റ്റ് അല്ലേ കീർത്തി? ആ ആ അതെ അമ്മമ്മേ. ഞങ്ങൾ മര്യാദയ്ക്ക് പഠിക്കാത്തതിനും ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാത്തതിനും കാരണം ഉണ്ണിയും ഉണ്ണിയുടെ അമ്മയും അമ്മുമ്മേ. എന്തുകൊണ്ടാ ഈ കാര്യം എന്നോട് നേരത്തെ പറയാഞ്ഞത്? പറഞ്ഞ അമ്മുമ്മ ഉണ്ണിയുടെ അമ്മയെ ഒരുപാട് വഴക്ക് പറയില്ലേ, അതുകൊണ്ടാ പറയാത്തത്.
നിങ്ങൾ രണ്ടുപേരും നേരാമണ്ണം പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയല്ലേ മോശം. അതെ അമ്മൂമ്മേ. ഉണ്ണിയുടെ അമ്മയെ അമ്മൂമ്മ വഴക്ക് പറയുമ്പോ അച്ഛനും വിഷമം തോന്നുമല്ലോ. വേറെ ആര് വിഷമിച്ചാലും നിങ്ങൾ രണ്ടും വിഷമിക്കരുത്. വാ വാ എന്റെ കൂടെ. ഞാനാ ഏറ്റവും വലിയ ഓവർ ആക്ഷൻ എന്ന് വിചാരിച്ച്, പക്ഷെ അനു എന്നെക്കാളും വലിയ ഓവർ ആക്ടിങ്ങാ. ഞാൻ പറഞ്ഞില്ലേടി, എനിക്ക് ശേഷം നീയും നിനക്ക് ശേഷം അനുവാണെന്ന്. നമ്മൾ പറഞ്ഞതും പറയാത്തതും എല്ലാം ചേർത്ത് അമ്മയോട് പറഞ്ഞു കൊടുത്തില്ലേ. അനു ആളത്ര നിസ്സാരക്കാരിയല്ല. ആന്റിയെ കടത്തി വെട്ടുമെന്ന് തോന്നുന്നേ. കുറച്ചു മുമ്പേ നീ ചോദിച്ചില്ലേ സുനാമി ഉണ്ടാകുമോന്ന്. ദാ ഇപ്പൊ നീ കണ്ടോ, ഒരു വലിയ സുനാമി വരാൻ പോകുന്നു. പ്രളയമാണ് വരുന്നത്. വാ 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 നോക്കാം. അബി അബി വസു, കുട്ടികൾ അമ്മയോട് പറയാൻ പാടാത്ത കാര്യം എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും അബിയോട് നീയല്ല പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്തെന്ന് പറയണം. ചേച്ചി, എന്റെ കുട്ടികൾ അവരുടെ അച്ഛന് മുന്നിൽ പോലും തെറ്റുകാരാവരുത്. വേണ്ട മോളെ, അബിയോട് പറയുന്നത് നല്ലത്. അമ്മയുടെ കയ്യിൽ നിന്ന് ഏടത്തി രക്ഷിക്കാൻ അബിയേട്ടനെ പറ്റൂ. പ്ലീസ് ഏട്ടനോട് സത്യം പറയൂ. അബി അബി എന്താ അമ്മേ? ഇവർക്ക് രണ്ടുപേർക്കും ഒരു ട്യൂഷൻ ടീച്ചറിനെ ഏർപ്പാടാക്കണം. എന്ത് വില കൊടുത്തും പ്രിൻസിപ്പൽ പറഞ്ഞ ടെസ്റ്റിൽ ഇവർ വിജയിച്ചേ മതിയാവൂ. ഇവർ വീണ്ടും അവിടെ തന്നെ പോണം. ട്യൂഷൻ എന്തിനാ അമ്മേ? ഞാൻ നോക്കിക്കോളാം. നീ നോക്കിയതൊക്കെ ഞാൻ കണ്ടു. കുട്ടികളെ നോക്കാന്ന് വെച്ചാ അവരെ കുളിപ്പിച്ചിട്ട് ഡ്രസ് മാറ്റി മുടി കെട്ടിവെച്ച് സ്കൂളിലേക്ക് വിടുക എന്ന് മാത്രമാണോ അർത്ഥം? അവരുടെ പഠന വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ലേ? അവരുടെ പഠന കാര്യത്തിൽ ഞാൻ ശ്രദ്ധ കൊടുക്കാം അമ്മേ. ഇത്രയും നാളെ നീ നന്നായിട്ട് നോക്കിയല്ലോ. നിന്റെ കുട്ടിക്ക് മാത്രം ഹോംവർക്ക് ചെയ്യിപ്പിച്ച് അവനെ മാത്രം നീ പഠിപ്പിച്ചു. ഈ കുട്ടികളെ മാത്രം നേരത്തെ കിടത്തി ഉറക്കി അവര് തോക്കുന്ന രീതിയിൽ പഠനം ഇല്ലാതാക്കി. നിന്റെ യഥാർത്ഥ സ്വഭാവം നീ കാണിച്ചല്ലേ?
വസു അങ്ങനെ ഒരാളല്ലമ്മേ. വസു പക്ഷഭേദമൊന്നും കാണിക്കില്ലമ്മേ. നീ അനാവശ്യമായ കാര്യങ്ങളിൽ വസുവിന് സപ്പോർട്ട് ചെയ്യരുത് ഭാവനെ.